8ാം ക്ലാസ് റേഷ്യോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളൊന്നാണ് അൽജിബ്ര അഥവാ ബീജഗണിതം. അവിടെ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് പെരിമീറ്റർ അഥവാ ചുറ്റളവുമായി ബന്ധപ്പെട്ട ചോദ്യം. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, ഒരു കർഷകൻ ഫാർമർ അയാളുടെ കൃഷിഭൂമിക്ക് ചുറ്റും റെക്ടാങ്കുലർ ഷേപ്പിൽ വേലി കെട്ടുകയാണ്. ആ വേലി കെട്ടുമ്പോഴുള്ള വിഡ്ത്ത് ഈസ് ടു ലെങ്ത്, വീതി ഈസ് ടു നീളം നമുക്ക് തന്നിട്ടുണ്ട് 3:7. അങ്ങനെയാണെങ്കിൽ നീളം എത്ര വീതി എത്ര എന്നാണ് കണ്ടുപിടിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കിക്കോ, പെരിമീറ്റർ 60, അതായത് വേലിയുടെ ടോട്ടൽ ലെങ്ത് 60 ആണ് തന്നിട്ടുണ്ട്. വീതി ഈസ് ടു നീളം എന്ന് പറയുന്നത് 3:7 ആണ് തന്നിട്ടുണ്ട്. സോ എങ്ങനെയാണ് ചെയ്യുന്നത് ശ്രദ്ധിച്ചോട്ടോ. ഇതാണ് നമ്മളുടെ വേലി എങ്കിൽ വിഡ്ത്ത് 3ഉം അതുപോലെ തന്നെ ലെങ്ത് 7ഉം ആണ് തന്നിരിക്കുന്നത്. അത് രണ്ടിനും എക്സ് ഇട്ട് കൊടുക്കണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ ടോട്ടൽ ചുറ്റളവ് പെരിമീറ്റർ 60 ആണെന്നല്ലേ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലെങ്ത് പ്ലസ് വിഡ്ത്ത് ഈക്വൽ ടു പെരിമീറ്റർ ബൈ 2. നീളവും വീതിയും കൂട്ടിയാൽ ചുറ്റളവിൻ്റെ പകുതിയായിരിക്കും. അപ്പം ഞാൻ ആഡ് ചെയ്യാണ്. നീളം എന്ന് പറയുന്നത് 7x പ്ലസ് വീതി എന്ന് പറയുന്നത് 3x ഈക്വൽ ടു പെരിമീറ്ററിൻ്റെ പകുതി. പെരിമീറ്റർ 60 ആണ് തന്നിട്ടില്ലേ, സോ 60/2. അപ്പം എത്രയുടെ വരിക? 7x 3x, ദാറ്റ് ഈസ് 10x സമം 60/2 എന്ന് പറഞ്ഞാൽ 30. എക്സിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. ഈ 10നെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ മതി. 30/10 ദാറ്റ് ഈസ് ഈക്വൽ ടു 3. എക്സിൻ്റെ വാല്യൂ 3 ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വാല്യൂസ് കണ്ടെത്താം. ഇവിടെ വാല്യൂ 7x അല്ലേ, അപ്പോൾ 7 × 3 21. ഇവിടുത്തെ വാല്യൂ 3x അല്ലേ, സോ 3 × 3 9. അങ്ങനെയാണെങ്കിൽ ചതുരത്തിൻ്റെ നീളം അഥവാ ലെങ്ത് എന്ന് പറയുന്നത് 21 ആയിരിക്കും. വീതി അഥവാ വിഡ്ത്ത് എന്ന് പറയുന്നത് 9 ആയിരിക്കും. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം.